ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു വൈൻ റെസിപ്പി ആയിട്ടാണ്. വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളൊരു വൈൻ സിറപ്പാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഗൂസ്ബെറി വൈൻ, നല്ല പച്ച നെല്ലിക്ക വൈൻ. ഓക്കെ, നോക്കിയാലോ നമുക്ക്. അപ്പോൾ വൈൻ നമുക്ക് റെഡിയാക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, തലേന്ന് തന്നെ നമ്മുടെ ഭരണി, അതുപോലെ നമ്മൾ എന്താണോ, നെല്ലിക്കാണോ അല്ലെങ്കിൽ മുന്തിരിയാണോ, എന്തായാലും തലേ ദിവസം തന്നെ ഇത് കഴുകി വെള്ളം തോരാൻ വയ്ക്കുക. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നന്നായി അത് ഡ്രൈ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭരണി നല്ല രീതിയിൽ ഉണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 കിലോ ആണ് നെല്ലിക്ക എടുത്തേക്കുന്നത്. അപ്പോൾ 1/2 kg പഞ്ചസാര. സോ ഒരു 1/2 പഞ്ചസാര ഞാൻ താഴെ തൂക്കി കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. ഒരു അഡീഷണൽ ഇൻഗ്രീഡിയൻസോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പഞ്ചസാര ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ നെല്ലിക്ക, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നന്നായി ഉണങ്ങിയിരിക്കണം. വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇൻ കേസ് നമ്മൾ ഇന്ന് തന്നെയാണ് ഈ നെല്ലിക്ക കഴുകിയെടുക്കുന്നതെങ്കിൽ നമ്മൾ വൈനിൽ ഒഴിക്കാൻ യൂസ് ചെയ്യുന്ന അതേ വെള്ളം യൂസ് ചെയ്ത്, അതായത് തിളപ്പിച്ചാറിയ വെള്ളം യൂസ് ചെയ്ത് കഴുകിയെടുത്തു കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നം വരില്ല. ഓക്കെ, അതുപോലെ ഈ നെല്ലിക്ക ഇടുന്ന സമയത്ത് ചില ചതഞ്ഞ നെല്ലിക്കയൊക്കെ ഉണ്ടാവും. ഓക്കെ, അതൊക്കെ എടുത്ത് മാറ്റണം. അതൊക്കെ ചീത്തയാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള, ഞാൻ 1 കിലോ ആണ് നെല്ലിക്ക ഇട്ടേക്കുന്നത്, ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ഞാൻ മേളിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ നമുക്ക് ശർക്കര യൂസ് ചെയ്തിട്ടും വൈൻ ചെയ്യാം, നെല്ലിക്ക വൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ആദ്യം ലെയറായിട്ട് ശർക്കര ഇട്ട് കൊടുക്കുക. ശർക്കര ഇടുക, അതിൻ്റെ മുകളിൽ നെല്ലിക്ക ഇടുക, അതിൻ്റെ മുകളിൽ ശർക്കര ഇടുക, അങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 5-6 ഗ്രാമ്പു, അതുപോലെ പട്ട, ഇത് രണ്ടും മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഒരു 4-5 കഷ്ണം, ഒരു 6 കഷ്ണമൊക്കെ പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചെറിയ കഷ്ണം പട്ടയും ഗ്രാമ്പും മാത്രം. പിന്നെ നമുക്കിതിൽ വേണമെങ്കിൽ ഇച്ചിരി ഈസ്റ്റോ അല്ലെങ്കിൽ സൂചി ഗോതമ്പോ വല്ലൊക്കെ ഇടാം. ഞാനതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇത് തന്നെ ധാരാളം. ഞാൻ ആക്ച്വലി 14 days ആണ് ഇത് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ വെള്ളം ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ കുടിക്കാൻ തിളപ്പിക്കുന്ന വെള്ളമില്ലേ, അപ്പോൾ അത് നന്നായി തിളച്ചിരിക്കണം, നന്നായി ആറിയിരിക്കണം. ഓക്കെ, ആ വെള്ളമാണ് ഞാൻ ഇടുന്നത്. ഇതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഞാൻ വെള്ളം ഒന്നും തിളപ്പിച്ചെന്നല്ല കേട്ടോ ഇടുന്നത്. സോ സിമ്പിൾ. അപ്പം നന്നായി നമുക്കിത് മൂടി കെട്ടി വയ്ക്കാം. ഓക്കെ, വേറെ ഒന്നും ഇതിൽ നമ്മൾ ചെയ്യുന്നില്ല. മുടി കെട്ടി വയ്ക്കുക. ഇത് ഞാൻ 14 days കഴിയുമ്പോഴേക്കും, ഇത് ശരിക്കും നെല്ലിക്കയൊക്കെ വൈൻ ചെയ്യുമ്പോൾ 21 days മിനിമം ചെയ്യണം. പക്ഷെ ഞാൻ 14 days കഴിയുമ്പോൾ എടുക്കുകയാണ്. കാരണം നമുക്ക് അതെടുത്തിട്ട് ഞാൻ ബാക്കിയുള്ള നെല്ലിക്ക ഞാൻ വേറെ രീതിയിൽ ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അത്ര ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അറിയാമല്ലോ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വിറ്റമിൻ സി ഒക്കെ ഭയങ്കര ആവശ്യമാണ് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 14 days കഴിഞ്ഞപ്പോൾ എടുത്തേക്കുന്നത്. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് പലരും ഒക്കെ കോവിഡൊക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അല്ലേ, എല്ലാവരും ഈ പറയുന്ന വിറ്റമിൻ സി, ഓറഞ്ച്, നെല്ലിക്ക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും ഡോക്ടേഴ്സ് കഴിക്കാൻ പറയാറ്. അതുകൊണ്ടാണ് ഞാൻ 14 days കഴിഞ്ഞപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്കിത് കെട്ടി വെച്ചിട്ട് നമുക്ക് 14 days വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ 14 days ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈൻ തുറന്ന് നോക്കിയാലോ, എന്തായിരിക്കും അവസ്ഥ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് അരിച്ചു മാറ്റാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് 21 days ആക്ച്വലി വേണം. ഇതിപ്പോൾ ഞാൻ രണ്ടാമതും ഒന്ന് വൈനിന് സെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ 14 days കഴിഞ്ഞപ്പോഴേക്കും എടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെയിം ആ ടേസ്റ്റും കാര്യങ്ങളും എല്ലാം സെയിം തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ യാതൊരുവിധ പ്രോബ്ലം ഇല്ല. നമുക്ക് 14 days കഴിയുമ്പോഴേക്കും നമുക്ക് എടുക്കാം. ഓക്കെ,
ശർക്കര വൈൻ ഇടുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ശർക്കരയിൽ നിന്ന് ആ നീര്, ശർക്കരയുടെയും ഇവരുടെ നെല്ലിക്കയുടെയും കൂടി നീര് ഇറങ്ങി വരും കേട്ടോ. ഞാൻ ആ ശർക്കര വൈൻ ചെയ്യണ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ വെള്ളം ഒഴിക്കണ്ട ശർക്കരയിൽ. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ഗ്ലാസ് വെള്ളമൊക്കെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് ഒന്ന് നനയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വേണമെങ്കിൽ മാത്രം തിളപ്പിച്ചാറിയ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് 1 കിലോന് നമുക്ക് 1 ബോട്ടിലാണ് വൈൻ കിട്ടിയിരിക്കുന്നത്. നല്ല ഫിൽട്ടേർഡ് ആയിട്ടുള്ള വൈനാണ് കേട്ടോ. നോക്ക്, എല്ലാ ദിവസവും നമുക്ക് കുറച്ച് കുടിക്കാം. പിള്ളേർക്കൊക്കെ ഇത് നല്ലതാണ്. പച്ചനെല്ലിക്ക നമുക്ക് എത്രണ്ണം തിന്നാൻ പറ്റും അല്ലേ? 1 അല്ലെങ്കിൽ 2 ഒക്കെ അല്ലേ പച്ചനെല്ലിക്ക ആണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇതാവുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഫ്രിഡ്ജിലും കൂടി വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നായിട്ട് ഒരു സിപ്പ് കുടിക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു കൂളിംഗ് കിട്ടും, നന്നായി ഭക്ഷണം കഴിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇതുപോലെ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ടാവും. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പോഴല്ലേ ഇതുപോലുള്ള പുതിയ വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാനും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ. നോക്കുക, അടിപൊളി വൈനല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.